Praise the Lord. Hallelujah. അല്പസമയം ജസ്റ്റ് 10 minutes ഞാൻ ഇപ്പോഴും അറിയുന്നു ഇതിൻ്റെ വചനം പങ്കുവെക്കണം. ദാറ്റ്സ് ഗോഡ്സ് പ്ലാൻ. ബട്ട് ഐ പ്രൈസ് ഗോഡ് ഫോർ ദിസ് ടൈം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ക്രിസ്മസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ കമ്മിങ് ഓഫ് എ ലോഡ്. കർത്താവിൻ്റെ ആദ്യത്തെ വരവ്. ആൻഡ് നൗ ഹീസ് ഹിയർ, നമ്മുടെ ഉള്ളിലാണ്. വൺ തിങ് ഐ ജസ്റ്റ് വോണ്ട് ടു ഷെയർ ബ്രീഫ്ലി. നമ്മൾ എല്ലാവരും ഈ ക്രിസ്മസ് ആചരിക്കുന്നു, എല്ലാം ദാറ്റ്സ് ഗുഡ്, എല്ലാം നല്ലതാണ്. പക്ഷേ സംടൈംസ് വി മിസ് ദ ഫാക്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ മെയിൻ സംഗതി, കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഈസ് റൈറ്റ് നൗ ഇൻ അവർ ഹാർട്ട്സ്, നമ്മുടെ ജീവിതത്തിൽ. ആൻഡ് നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങൾ. വി നോ ഇറ്റ്സ് ഗെറ്റിംഗ് വേഴ്സ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് the one thing which God wants from you and me is to make sure that we are in the presence. കർത്താവിൻ്റെ സന്നിധിയിൽ വസിക്കുന്ന ദൈവമക്കളായിരിക്കണം നമ്മൾ. And for this I just want 3 things. I'm just going to mention 3 points. നമുക്ക് ഓരോരുത്തർക്കും ഈ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള 3 സംഗതികൾ. പ്രിയപ്പെട്ട, ആദ്യമായിട്ട് നമുക്ക് കർത്താവിൻ്റെ ആ ആനന്ദം, the joy of the Lord, കർത്താവിൻ്റെ ആ സന്തോഷം. വാട്ട് ഇസ് എ യൂസ്? നമ്മൾ ഇതെല്ലാം വചനം കേൾക്കുന്നു, ശ്രവിക്കുന്നു, ധ്യാനം കൂടുന്നു, ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ ഭവനത്തിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് ആനന്ദമില്ലെങ്കിൽ വാട്ട് ഇസ് ദ യൂസ്? നോ യൂസ്. ആൻഡ് മെനി ഹോംസ് ആർ ബ്രോക്കൺ ടുഡേ, എസ്പെഷ്യലി ഇൻ അമേരിക്ക. ഇവിടെ വി ക്യാൻ സീ, ഇവിടെ എല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സന്തോഷമില്ല. കുടുംബത്തിൽ വരുമ്പോൾ അവിടെ ആനന്ദമില്ല, ആരും ചിരിക്കുന്നില്ല. യു ഗോ ടു ദ ചേർച്ചസ്. ഇപ്പോഴല്ല, ഇപ്പം എല്ലാം അടച്ചിരിക്കുക. എല്ലാവരും ഇങ്ങനെ വരും, എല്ലാവരും ഇങ്ങനെ, എല്ലാം ഒരു ഫോർമാലിറ്റി. ദ ലോർഡ് ബി വിത്ത് യു ആൻഡ് വിത്ത് യു ഓൾസോ. എല്ലാവരും ഇങ്ങോട്ട് പീസ്, എല്ലാം ചിരിക്കാതെ. സോ സാഡ്. കാരണം ആത്മാവിൻ്റെ ഫലങ്ങൾ വി ആർ നോട്ട് പ്രൊഡ്യൂസിങ് ഇറ്റ്. വാട്ട് എ വേസ്റ്റ്. പക്ഷേ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്. സങ്കീർത്തനം 16:11, Psalm 16:11, the word of God says, in your presence there is fullness of joy. കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദത്തിന്റെ, മലയാളത്തിൽ പറയുന്നത് എന്നാ? ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു കവിഞ്ഞൊരു കർത്താവിന്റെ സന്നിധിയിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ടവർ, ഐ നോ സോ മെനി പീപ്പിൾ ഇൻ പ്രേയർ ഗ്രൂപ്പ്സ്, ഇൻ റിട്രീറ്റ്സ്, എല്ലാം അവർ വലിയ ഭക്തരും, നല്ലതായിട്ട് പ്രസംഗിക്കും, പാടും, ഭയങ്കര. പക്ഷേ അവിടെ മുഖം കാണുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ ആ സന്തോഷം, ആ ആനന്ദം കാണുന്നില്ല. വാട്ട് എ ഷെയിം. ഞാൻ എപ്പോഴും ചിരിക്കും. ഇങ്ങനെയല്ലായിരുന്നു ഞാൻ. കർത്താവിൻ്റെ വചനം വന്നപ്പോൾ എനിക്ക് മോചനം കിട്ടിയപ്പോഴാണ് ചിരിക്കാൻ തുടങ്ങിയത്. പിന്നെ മറ്റേ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എന്നെ ടച്ച് ചെയ്ത വ്യക്തിയാണ്, നിങ്ങൾക്കറിയാം, മദർ തെരേസ. 5 വയസ്സ് മുതൽ മദറിൻ്റെ കൂടെ ജീവിച്ച ഒരു വ്യക്തിയാണ്, ജോലി ചെയ്ത വ്യക്തിയാണ്. ഞാൻ ഈശോയെ കണ്ടത് ആ മദർ തെരേസയുടെ ജീവിതത്തിൽ നിന്നാണ്. മോർ ദൻ എനിത്തിങ്. വെൻ ഐ യൂസ് ടു വർക്ക് വിത്ത് ഹർ ഇൻ ദ സ്ലംസ് ഓഫ് കൽക്കട്ട, ഓരോ പാവങ്ങളുടെ ഇടയ്ക്ക് പോകുമ്പോൾ ആ സന്തോഷത്തോടെ, so many times we picked up patients from the streets of Calcutta. വ്രണമായിട്ട് മണത്ത്, അവിടെ വൂൺസിലൊക്കെ പുഴു ഒക്കെ ഉണ്ടായി, ഭയങ്കര മണമാണ്. ഞാനൊക്കെ ആദ്യം പോകുമ്പോൾ എനിക്ക് ഛർദ്ദിക്കുമായിരുന്നു. പക്ഷേ മദർ ആ സ്നേഹത്തോട്, ഈശോയുടെ സ്നേഹം കൊണ്ട് ആ വ്യക്തിയെ ചിരിച്ചുകൊണ്ട് എടുക്കുമ്പോൾ it changed my life. That was one of the main things I saw in Mother Teresa. The love of Jesus, the joy of Jesus, സന്തോഷത്തോടെ. I remember one scene also. ഞാൻ maybe I was 22 years old. മദറിൻ്റെ അവിടെ കുർബാന കാണാൻ എന്നും പോകും, ഞങ്ങളുടെ വീടിന് അടുത്താണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ വരുമ്പോൾ മദർ തന്നെ ആ വാതിൽ തുറന്ന്, സീ യു ടുമോറോ മാത്യു എന്ന് പറഞ്ഞു, ഡോർ തുറക്കുകയും വഴിയിൽ നിന്ന് ഒരു ബംഗാളി, ഒരു പെണ്ണ്, ഒരു സ്ത്രീ, മേ ബി 19 years old at that time. She was pregnant. ഓടി ഉന്തി തള്ളി കയറി വന്ന് ഷീ കെയിം, കരഞ്ഞുകൊണ്ട് മദറിൻ്റെ കാലെ പിടിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങ് ഷോക്കായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാ സംഭവിക്കുന്നത്. ആൻഡ് മദർ ചിരിച്ചോണ്ട് ഈ പെണ്ണിനെ എടുത്തോണ്ട് പറഞ്ഞു, ചിരിച്ചോണ്ട്. In Hindi, in Bengali she said, don't worry, God loves you, my girl, God loves you. ചിരിച്ചോണ്ട് എനിക്ക് അത് കരയുക, ഏങ്ങളടിച്ച് കരയുക. എൻ്റെ സിസ്റ്റേഴ്സിനെ വിളിച്ച് take her to the room and give her some coffee, ചായ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട്. And then she turned to me, she saw my surprised face. What happened? She said, Matthew, this is the 3rd time she's becoming pregnant. കല്യാണം കഴിക്കാതെ 3ാമത്തെ പ്രാവശ്യം ഇത് പാപത്തിൽ വീണു, പിന്നെയും വന്നിരിക്കുക. ആദ്യം ഒന്ന് ഞാൻ അവളെ ആ കുഞ്ഞിനെ പ്രസവിച്ചു, നഴ്സിംഗ് ഹോമിൽ അവിടെ
ചിൽഡ്രൻസ് കെയർ ഹോമിൽ വെച്ച് അതിനെ വളർത്തുന്നു. രണ്ടാമത് പിന്നെയും പാപം ചെയ്ത് മൂന്നാമത്തെ പ്രാവശ്യം വന്നിട്ടും വാട്ട് ഷോക്ക് മീ വാസ് മദർ പറഞ്ഞില്ല. നമ്മളൊക്കെയാണ് ഈ പറയാം, നീ പിന്നെയും പാപം ചെയ്തോടി എന്ന് പറഞ്ഞ് നമ്മൾ വഴക്ക് പറയും, ഓടി ഇവർ ആർ ഷൗട്ടിങ്. ബട്ട് വാട്ട് ഷോക്ക് മീ വാസ് ദാറ്റ് മദർ വാസ് സ്മൈലിംഗ്. It is the love of Jesus, the joy of Jesus. And that comes only with the presence of God. കർത്താവിൻ്റെ ആ സാന്നിധ്യമുള്ളപ്പോൾ നമുക്ക് ചിരിക്കാൻ സാധിക്കും, സ്നേഹം ഒഴുകാൻ സാധിക്കും. പ്രിയപ്പെട്ടവർ, ഈ ക്രിസ്മസ് നമുക്കിതാ ആവശ്യം. കർത്താവിൻ്റെ ആനന്ദം, ആത്മാവ് തരുന്ന ആ ഫലം, ആനന്ദം, അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. എന്നാ പ്രശ്നം വന്നാലും ഐ വിൽ ബി ജോയ്ഫുൾ അറ്റ് ഓൾ ടൈംസ് ഇൻ യുവർ പ്രസൻസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അടുത്തൊരു സംഗതി നമുക്കെല്ലാം ആവശ്യമുള്ള ഈ ലോകത്തിൽ സമാധാനം, പീസ് ഓഫ് മൈൻഡ്. നമുക്കറിയാം, നമുക്ക് ഒരു 100 കോടി രൂപ നമ്മുടെ ബാങ്കിലുണ്ടെങ്കിലും നമുക്ക് സമാധാനമില്ലെങ്കിൽ വാട്ട് ഈസ് ദ യൂസ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൻ്റെ ഈ വരവ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ലെറ്റ്സ് ആസ്ക് ഹിം, ലോർഡ് ഫിൽ അവർ ഹാർട്ട്സ് വിത്ത് യുവർ പ്രസൻസ് ആൻഡ് ഫിൽ us വിത്ത് യുവർ പീസ് ഓഫ് മൈൻഡ്. ഇതിനെ സംബന്ധിച്ച് പുറപ്പാട് പുസ്തകം 33-14 അധ്യായം, ഇഫ് സമൺ ക്യാൻ റീഡ് ദാറ്റ്, മോശയോട് കർത്താവ് പറഞ്ഞ് ഈ വലിയ ഒരു യാത്ര ആരംഭിക്കുന്ന മുമ്പ് ഈ ജനത്തിനെയും കൊണ്ട് പോവുക മരുഭൂമിക്കൂടെ. മോശ കർത്താവിന് മുമ്പിൽ ആ മലയുടെ മോളിൽ പോയി പ്രാർത്ഥിച്ചു, ലോർഡ് ഐ വിൽ നോട്ട് സ്റ്റെപ്പ് ഔട്ട് ഫ്രം ഹിയർ ടിൽ യു പ്രോമിസ് മീ ദാറ്റ് യുവർ പ്രസൻസ് വിൽ ഗോ വിത്ത് മീ. ആൻഡ് കർത്താവിൻ്റെ ആ വാക്കുകൾ മലയാളത്തിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇറ്റ്സ് പുറപ്പാട് 33:14 ഒന്ന് വായിക്കാം. സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. അതെ, മൈ പ്രസൻസ് വിൽ ഗോ വിത്ത് യു മോസസ് ആൻഡ് ഐ വിൽ ഗിവ് യു പീസ്, റുവാക്ക്. ദാറ്റ് മീൻസ് പീസ് ഓഫ് മൈൻഡ്, സ്വസ്ഥത. പ്രശ്നങ്ങൾ വന്നിരിക്കും, നമ്മൾ ദൈവമക്കളാണെങ്കിൽ വന്നിരിക്കും. ഈശോ തന്നെ പറയുന്നുണ്ട്, ഇൻ ദ വേൾഡ് യു വിൽ ഹാവ് പ്രോബ്ലംസ് ബട്ട് മൈ പീസ് ഐ ഗിവ് ഇറ്റ് യു, ബട്ട് ഡു നോട്ട് വറി. കർത്താവ്, ഈ നമുക്കിതാ കർത്താവിനോട് ചോദിക്കേണ്ടത്, കർത്താവ് ഈ സമാധാനം, എന്നാ പ്രശ്നം വന്നാലും ഐ വിൽ നോട്ട് മൂവ്. ആൻഡ് ദിസ് ഇസ് പോസിബിൾ വെൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഇസ് വിത്ത് അസ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ കുടുംബ ജീവിതത്തിലും എൻ്റെ പ്രയാസങ്ങളും എൻ്റെ സാമ്പത്തിക മേഖലയെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്, എല്ലായിടത്തും കൂടിക്കാം. പക്ഷെ വൺ തിങ്, മോശയോട് പറഞ്ഞ ആ വാഗ്ദാനം അത് നമുക്കും ക്ലെയിം ചെയ്യാം. യുവർ പ്രസൻസ് വെൻ യു ആർ വിത്ത് അസ് ലോർഡ് വി ഗെറ്റ് യുവർ പീസ് ഓഫ് മൈൻഡ്, സ്വസ്ഥത. മക്കളെ പറ്റിയായിരിക്കും, നമ്മുടെ സാമ്പത്തിക മേഖലയായിരിക്കും, ജോലി അല്ലെങ്കിൽ കുടുംബജീവിതം, എല്ലാം നമ്മുടെ പാപ മേഖല, വി കീപ്പ് ഓൺ ഫോളോയിങ്. ഇതിനെല്ലാം വിജയം വേണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ മക്കളായിട്ട് to set our mind on things of heaven, ആ കൃപയ്ക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ we will get that peace, that unshakable peace. And finally, my dear loved ones, നമുക്കറിയാം നമ്മുടെ ലോകത്തിൽ നമുക്കെല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാം വിജയിക്കണം നമ്മുടെ ആഗ്രഹം. നമ്മുടെ മക്കളുടെ പഠിത്തം, അവിടെ ജോലി, അവിടെ ജീവിതം, കെട്ടിയ മക്കളാണെങ്കിൽ അവിടെ മാരിഡ് ലൈഫ്, എല്ലാം നമ്മുടെ ജോലി സ്ഥലത്തും നമ്മുടെ സ്പിരിച്വൽ ലൈഫ്, വി വാണ്ട് ടു ബി സക്സസ്ഫുൾ, വി വാണ്ട് ടു കീപ് ഗ്രോയിങ്. ഇതിനും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് പോസിബിൾ. നമുക്കറിയാം ജോസഫിൻ്റെ ആ ഉദാഹരണം പഴയ നിയമത്തിൽ ഉൽപ്പത്തി 39, നമുക്ക് 3 വചനം ഒന്ന് വായിക്കാം. ജെനസിസ് 39 വേഴ്സസ് 2, വേഴ്സ് 3 ആൻഡ് വേഴ്സ് 23 ഒന്ന് വായിക്കാവോ? യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോടുകൂടെ ഉണ്ടെന്ന് അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്ന് അവന്റെ യജമാനൻ കണ്ടു. 4, അതുകൊണ്ട് യോസഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗൃഹവിചാരനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. നമുക്ക് 23 ചാടാം. Just go straight to 23. Hallelujah. Verse 23. 39 verse 23. 23. യഹോവ അവനോടുകൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സബലം ആക്കുക കൊണ്ട് അവന്റെ കൈക്കീഴുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. അതെ പ്രിയപ്പെട്ടവരെ, പിന്നെയും ആ വചനം വേഴ്സ് 2, വേഴ്സ് 3
and verse 23 കാണുന്ന ഇതാ. The Lord was with Joseph. Whatever he did was successful. Whatever he did was successful. എൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്കിന്ന് ധൈര്യമായിട്ട് പറയാൻ നോക്കുക, എൻ്റെ കുടുംബ ജീവിതം സക്സസ്ഫുൾ ആണ്, എൻ്റെ ആത്മീയ ജീവിതം സക്സസ്ഫുൾ ആണ്, എൻ്റെ മക്കളുടെ ജീവിതം സക്സസ് ആണ് പറയാൻ സാധിക്കുന്നുണ്ടോ ദൈവമക്കളെ? ദിസ് ഇസ് പോസിബിൾ വെൻ ദ ലോർഡ് ഇസ് വിത്ത് അസ്. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതിനാൽ അവൻ ചെയ്ത എല്ലാം ശ്രേഷ്ഠമായിരുന്നു. വാട്ട് എവർ ഹി ഡിഡ്. ആൻഡ് ദിസ് ഇസ് വാട്ട് ജീസസ് കെയിം ടു ദിസ് വേൾഡ്, ടു ഗിവ് us that joy, to give us that peace of mind and to be successful in this short life of ours. ഈ താൽക്കാലികം ഈ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ നമുക്കെല്ലാം വിജയമായിട്ട് സക്സസ്ഫുൾ ആയിട്ടൊരു ജീവിതം, അതിനുവേണ്ട ഈശോ വന്നത്. പ്രിയപ്പെട്ടവർ, ഇന്ന് ലോകം മുഴുവൻ ഒരു വലിയൊരു പ്രശ്നത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്, വരാൻ പോകുന്ന കാലഘട്ടം. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ റിമെമ്പർ, ലെറ്റ്സ് നോട്ട് ഫോർഗെറ്റ്, എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ I will be successful in everything I do. I'll be filled with the joy of the Lord, and I will have that peace of mind when problems, when the storms of life come against me. I will not, ഞാൻ കുലുങ്ങത്തില്ല. And ഇതിൻ്റെ ഷോർട്ട് കട്ട് അവസാനത്തെ വചനം. How do you get this magic words? Abracadabra. Thak എന്ന് പറഞ്ഞാൽ കിട്ടുമോ പ്രസൻസ്? There is one more വചനം. ബ്രദറെ, ഒരു വചനം കൊണ്ട് എടുക്കാവോ? യോഹന്നാന്റെ സുവിശേഷം 14:23. You all know this. ഒന്നുകൂടെ വായിക്കാം. യോഹന്നാൻ 14:23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. Praise the Lord. If anyone says he loves me, he will obey my commandments. And to obey the commandments, നമ്മൾ വചനം വായിക്കണം. എനിക്കറിയാം, ഈ ഗ്രൂപ്പിൽ you all are blessed, I know. പക്ഷെ 90% നമ്മുടെ ജനം, സോ കോൾഡ് ക്രിസ്ത്യൻസ് ആൻഡ് കാത്തലിക്സ് ആൻഡ് വാട്ട് എവർ, എല്ലാവരും ആചാരം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ എല്ലായിടത്തും ഐ വാസ് ലൈക്ക് ദാറ്റ്. ആചാരങ്ങളാണ് എല്ലാം, പക്ഷെ വചനമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ക്രിസ്മസ് കർത്താവിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഇതായിരിക്കണം. എൻ്റെ ഈശോയെ ഞാൻ വചനത്തിൽ വായിക്കുന്നുണ്ട്, വചനം ശ്രവിക്കുന്ന ഒരു വ്യക്തി, പക്ഷേ ലെറ്റ് ഇറ്റ് ഇൻക്രീസ്. ഐ വാണ്ട് ടു ലവ് യു മോർ and more, give me more time, first preference all the time to spend time in your word. കർത്താവ് നിന്റെ വചനത്തിൽ ആഴത്തിൽ ഇറങ്ങാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് അത് പ്രാർത്ഥിക്കാം. അങ്ങനെ വരുമ്പം പിതാവ് ആ വ്യക്തിയെ സ്നേഹിക്കും. The Father will love that person, and the Father and I through the Holy Spirit will come and reside with us. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമായിരിക്കും. നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പം പ്രിയപ്പെട്ടവരെ, why should you be afraid of anything? Nothing. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ക്രിസ്മസിന് അത് ചോദിക്കാം. യു ഹാവ് സച്ച് എ നൈസ് ഗ്രൂപ്പ്, ഇത്രയും നല്ലൊരു ഗ്രൂപ്പ്. ഐ പ്രേ, എൻ്റെ ഈശോയെ, ഈ ക്രിസ്മസ് ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ കടന്നു വന്ന്, ഈ ക്രിസ്മസ് സാധാരണ കേക്കും അതും ഇറ്റ്സ് ഓൾ ഗുഡ്, സെക്കൻഡറിയാണ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നല്ലൊരു പുതിയൊരു ചൈതന്യം, പുതിയൊരു അഭിഷേകം കൂടെ നിറയ്ക്കണമേ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Father God, we praise and thank you, Lord, for this time. Once again, Lord, we thank you for this time of Christmas, for sending your Son into our lives. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഈശോ അയച്ചതിനോർത്ത് നന്ദി പറയുന്നു. എൻ്റെ ഈശോയെ, നിന്നെ കൂടുതൽ സ്നേഹിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാനും ആ വചനമനുസരിച്ച് ജീവിക്കാനും വചനത്തിൽ ആഴത്തിൽ ഇറങ്ങാനും ആ കൃപ ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹെൽപ്പ് us, Lord, because without your grace we are nothing. Oh Holy Spirit of the living God, come into our hearts and help us with your wisdom to understand the secrets of the kingdom of heaven. We give you all the glory, the honor, the praise and thanksgiving for all the blessings in this time, Lord. Hallelujah. We make this prayer in Jesus' mighty and most powerful, most precious and most beautiful name. Amen. Praise the Lord. Thank you. God bless you. Brother, wonderful message. Joy, peace and successful. That is a key word. Thank you. സകല മനുഷ്യർക്കും ഉണ്ടാകുന്ന മഹാസന്തോഷമാണ് ഗബ്രിയേൽ ദൂതൻ വന്ന് പ്രഖ്യാപിച്ചത്. ആ ഇടയന്മാരോട് വന്ന് പ്രഖ്യാപിച്ചു. സകല മനുഷ്യർക്കും ഉണ്ടാകുന്ന മഹാസന്തോഷം, ദ ഗ്രേറ്റ് ജോയ്. ആ ജോയ് ഇന്ന് നമ്മുടെ ഉള്ളിലായി ഇരിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് വേണം. ദിസ് പ്രസൻസ് ഇസ് എവറിത്തിങ്. എൻ്റെ ദൈവമക്കളെ, നമ്മുടെ ഒരു പ്രവൃത്തി നോക്കിയിട്ടല്ല പിതാവായ ദൈവം നമ്മളെ സ്നേഹിച്ചത്. ഒന്ന് ആലോചിച്ചു. ബിക്കോസ് ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹം തന്നെ. അവിടെ തുടങ്ങണം. ആ നമ്മളെ അതിക്രമത്താലും പാപത്താലും മരിച്ചു കിടന്ന നമ്മളെ, കാരണം തൻ്റെ
തന്റെ ആദ്യജാതൻ ഫസ്റ്റ് ആദത്തെ ദൈവം സൃഷ്ടിച്ചു, സ്വരൂപത്തിലും സദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ ആ ആദം വീണു, ആത്മാവിൽ മരിച്ച് ദൈവത്തിന്റെ പ്രസൻസിൽ നിന്ന് മാറിപ്പോയപ്പോൾ ഈ പുത്രനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പിതാവായി ദൈവത്തിന്റെ ലോകസ്ഥാപനത്തിന് മുന്നമേ പദ്ധതിയാ. അതാണ് ദാറ്റ് ഇസ് സംതിങ് അമേസിങ്. ജീസസ് വാസ് സ്ലെയിൻ ഈവൻ ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ വേൾഡ്. ലോകസ്ഥാപനത്തിന് മുന്നമേ കുഞ്ഞാട് അറക്കപ്പെട്ടു എന്ന് വെച്ചാൽ വെളിച്ചം ഉണ്ടാകട്ടെ. ജെനിസിസ് 1:1 പറയുന്നതിന് മുമ്പേ, ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ആദത്തിന്റെ വീഴ്ചയ്ക്ക് പരിഹാരം, പാപത്തിന് പരിഹാരവും ദൈവം മുന്നമേ ഒരുക്കിയെന്ന്. ദാറ്റ് ഈസ് സംതിങ് അമേസിങ് ഫോർ മീ. അതാണ് പിതാവിന്റെ ആഗ്രഹം. അത് യേശു വന്ന് അത് നിവർത്തിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ആ സന്തോഷമുള്ള ആ യേശുവിനെ തന്നെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ ഇന്ന് വസിക്കുന്നു. അപ്പൊ ഈ ജോയ് എന്ന് പറയുന്ന സന്തോഷം എന്ന് പറയുമ്പോൾ പുറമേ നിന്നൊന്നും നമുക്ക് കിട്ടാനല്ല. ജോയ് ഈസ് എൻ ഇന്റേണൽ, അത് അകത്തുള്ളതാണ്. ഇറ്റ് ഈസ് എൻ ഇന്റേണൽ ആസ് വെൽ ആസ് എൻ ഇറ്റേണൽ പ്രസൻസ്. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കാത്ത, അവസാനം വരെ എൻ്റെ നിങ്ങളുടെയും കൂടെ ഇരിക്കുക എന്ന് ദൈവം പറഞ്ഞപ്പോൾ ആ പ്രസൻസ് എൻ്റെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ ആദ്യം ഞാൻ അതൊന്ന് അക്നോളജ് ചെയ്യണം. കർത്താവ് എൻ്റെ ഉള്ളിൽ വന്നതിനായിട്ട് നന്ദി. ആ ഒരു തിരിച്ചറിവിലേക്ക് വന്ന് നന്ദി കരയറ്റുമ്പോഴാണ് ദ പ്രസൻസ് ദാറ്റ് ഇസ് ഇൻസൈഡ് യുവർ സ്പിരിറ്റ് ഈസ് ഗോയിങ് ടു കം അപ്പോൺ യു. എൻ്റെ മേൽ വരും, എൻ്റെ ദേഹിയുടെ മേൽ, എൻ്റെ മനസ്സിനകത്ത്, എൻ്റെ ഇമോഷൻസിനകത്ത്, എൻ്റെ വികാരങ്ങൾ മേൽ വരും. അതുകൊണ്ടാണ് എപ്പോഴും ദൈവം പറയുന്നത് റിജോയ്സ്, പ്രേ വിത്തൗട്ട് സീസിങ് ആൻഡ് ഇൻ എവറിഥിങ് ഗിവ് താങ്ക്സ്. നന്ദി കരയറ്റ്, സ്തോത്രം കരയറ്റ്, എല്ലാത്തിനും നന്ദി കരയറ്റ് എന്ന് പറയുന്നത്. കാരണം അതാണ് ദൈവത്തിന്റെ ഹിതം. കാരണം എന്നാ ഏത് സാഹചര്യത്തിലും നടുവിലും നമ്മൾ ഇത് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രസൻസ്, ആ ജോയ് നമ്മുടെ ദേഹിയുടെ മേൽ വന്ന് പ്രസൻസ് വിൽ കം upon us and rule over us. പുറമേ നോക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളാണ്. പ്രത്യേകിച്ച് a tough time is going to come. നമുക്കറിയാം ഓൾറെഡി കൊറോണ 2020 ഒരു വലിയ പാട്ടും കൊറോണ has robbed off. But ദൈവമക്കളെ, we are in the most safest position. ഞാനും നിങ്ങൾ എത്ര സുരക്ഷിതമായ ഒരു പൊസിഷനിലേക്കാണ് ദൈവം കൊണ്ടുവച്ചിരിക്കുന്നത്. യു ആർ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിനകത്ത്, നിങ്ങളുടെ ദൈവരാജ്യത്തിനകത്ത്. സോ ഇറ്റ്സ് എൻ എൻറ്റയർലി ഡിഫറെന്റ് കിങ്ഡം. ലോകരാജ്യവും ദൈവരാജ്യവും. ലോകത്തിലായിരുന്ന എന്നെ നിങ്ങളെയും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ വീണ്ടും ജനിപ്പിച്ചു. യേശു ക്രിസ്തുവിൽ വീണ്ടും പുതുതായി ജനിപ്പിച്ചു. ബോൺ ഫ്രം എബവ്, വീണ്ടും ജനിപ്പിച്ച് എന്നെ നിങ്ങളെ ദൈവരാജ്യത്തിനകത്ത് വെച്ചിരിക്കുകയാണ്. ഈ തിരിച്ചറിയിൽ വേണം എല്ലാ കാര്യങ്ങളെയും നമുക്ക് കാണാൻ. ഏത് പ്രതികൂല സാഹചര്യം വന്നാലും എന്നെ കുലുങ്ങാത്തൊരു രാജ്യത്തിനകത്താണ് വെച്ചിരിക്കുന്നത്. എങ്ങനെ? എന്നെ കുലുങ്ങാത്തൊരു ക്രിസ്തുവിനകത്താണ് വെച്ചിരിക്കുന്നത്. എനിക്ക് ഇളക്കം വരും, പക്ഷെ എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവൻ അറിയാം. അതുകൊണ്ടാണ് നമുക്ക് ബ്രദർ പറഞ്ഞ പോലെ ആ വചനം, യേശു പറഞ്ഞു എൻ്റെ വചനം കേട്ട് വീട് പണിയുന്നവൻ പാറയുടെ പുറത്ത് വീട് പണിയുന്ന പോലെയാണ്. ആ വീടിന്റെ മേൽ കാറ്റ് വരും, കൊടുങ്കാറ്റ് വരും, മഴ വരും, തിരമാല ഒക്കെ വരും. പക്ഷെ പാറമേൽ വീട് പണിതവന്റെ വീട് ഉലയത്തില്ല, ഉറച്ചു തന്നെ നിൽക്കും. എന്നെ നിങ്ങളെ ഇന്ന് ക്രിസ്തു എന്ന പാറയിലാണ് ദൈവം പണിതേക്കുന്നത്. അടിസ്ഥാനം അതാ. ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ കോർണർ സ്റ്റോൺ. ആ കോർണർ സ്റ്റോണിന്റെ മേളിൽ വെച്ച്, മൂലക്കല്ലിന്റെ മേളിൽ വെച്ച് വേണം ഞാനും നിങ്ങളും എൻ്റെ ജീവിതത്തെ ഇന്ന് പണിയാൻ. ഓരോ സത്യങ്ങളും എടുത്ത് ഓരോ ജീവിത ശൈലിയായി മാറും. വാക്യങ്ങൾ ബൈബിളിൽ ഇരുന്നാൽ മാത്രം പോരാ, അതെന്റെ ജീവിത ശൈലിയായി, എൻ്റെ വചനമായി, എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് എൻ്റെ ജീവിത ശൈലിയായി മാറും. അതിന് ഏറ്റവും അത്യാവശ്യം the presence is the most important thing. ദൈവത്തിന്റെ സാമീപ്യം ആണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് ദൈവം he is seeking for true worshippers. നമുക്കെല്ലാം അറിയാം, മേരിയുടെ മാർത്തയുടെ കഥയെല്ലാം നമുക്കറിയാം. ഇറ്റ്സ് എ വെരി ഗ്രേറ്റ്, ഒരു വലിയ അതിനകത്തൊരു മാർമിക സത്യം അതിൻ്റെ അകത്തുണ്ട്. യേശു അവരുടെ വീട്ടിൽ വന്നു. മേരി കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ ഇങ്ങനെ കേട്ട് സന്തോഷിച്ചു ഇങ്ങനെ താഴെ ഇരുന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സഹോദരിയായ മാർത്തയോ കർത്താവ് ഓർഡർ ചെയ്യാത്ത ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് വേണ്ടാത്തല്ല. യെസ്, യു ഹാവ് ടു ഡു ദാറ്റ്. Somebody has to cook the food.
അപ്പോഴും വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, മേരി എന്താ വരാത്തത്. എന്നിട്ട് പറയും, കർത്താവെ കണ്ട മേരി എന്നെ സഹായിക്കുന്നില്ല, വൈ ഡോണ്ട് യു ടെൽ ഹർ ടു കം ആൻഡ് ഹെൽപ്പ് മീ. കർത്താവ് അപ്പൊ അന്നേരത്ത് പറയും, മാർത്ത, മേരി ഹസ് ചോസൻ ദ വൺ തിങ് ദാറ്റ് ഈസ് നീഡഡ്. അപ്പൊ അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ പ്രയോറിറ്റി മസ്റ്റ് ബി ടു ബീയിങ് വിത്ത് ദ ലോർഡ്, ദൈവത്തിന്റെ കൂടെ വസിക്കും. ദാറ്റ് ഈസ് ഇൻ നന്ദി കരയറ്റുന്നതിലും ആരാധനയിലും വർഷിപ്പിലും. ഇപ്പൊ 2020 തീരാൻ പോകുന്നു. ഒരു പുതിയ ഒരു ക്രിസ്മസ് കൂടെ വരുന്നു. ആ ക്രിസ്മസിന്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരണം. ഈ 2020 അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞ കാര്യം, യു ഹാവ് ടു ഇൻക്രീസ് യുവർ വർഷിപ്പ് ബൈ അറ്റ്ലീസ്റ്റ് 25% 2021. ആൻഡ് നിങ്ങൾ നോക്കിക്കോ, വെൻ യു ഡു ദാറ്റ് യു വിൽ ഫൈൻഡ് എ റിമാർക്കബിൾ ട്രാൻസ്ഫോർമേഷൻ ഇൻ എവ്രിവൺസ് ലൈഫ്. ദാറ്റ് ഈസ് ദ കീ ഫോർ ട്രാൻസ്ഫോർമേഷൻ. കാരണം പ്രസൻസ് വരുമ്പോൾ ഈവൻ ദ സ്ക്രിപ്ചർ വിൽ ബി ഓപ്പൺഡ് അപ്പ് ഇൻ എ ന്യൂ വേ. ഹോൾ ബൈബിൾ നിങ്ങൾ നോക്കിയോ, മോശയുടെ കാര്യം നമ്മളിപ്പോ കേട്ടു, ജോസഫിന്റെ കാര്യം നമ്മളിപ്പോ കേട്ടു. മോശ എന്തുമാത്രം സമയം മോശ കൂടാരത്തിന് മുന്നേ പോയി ദൈവത്തിന്റെ പ്രസൻസിൽ ആ ക്ലൗഡിൽ കയറിയിരിക്കുന്നു. ഇത് കണ്ടു മോശ ഇറങ്ങി വരുമ്പോ മോശയുടെ മുഖത്ത് തേജസ് കണ്ട് ജോഷുവ ഒരാൾ കണ്ടു. ജോഷുവ വീട്ടിലെ ജോഷുവ കൂടെ പോകും. മോശ പർവ്വതത്തിന് മേളിൽ പോയപ്പോ മോശയ്ക്ക് പോകുന്നതിന്റെ ജോഷുവയ്ക്കൊക്കെ പോകാൻ ഒരു ലെവലുണ്ട്. അത് കഴിയുമ്പോൾ ജോഷുവയുടെ മോശ പറയും, യു സ്റ്റേ ഹിയർ. അപ്പോ മോസസ് പർവ്വതത്തിലേക്ക് കയറിപ്പോയി 40 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതെന്ന് വിചാരിച്ചോണം. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് മോസസ് കാണുന്ന ജോഷുവയാണ്. മോസസ് തിരിച്ചു വരുന്നത് the first person he sees is Joshua. ജോഷുവ അവിടെ തന്നെ ഇരുന്നു. കാരണം ജോഷുവക്ക് മനസ്സിലായി there is something in the presence of the Lord. The whole life changes എന്ന ദൈവമക്കളെ. സങ്കീർത്തനം 91 1 വാക്യം ഒന്ന് വായിക്കാം. Psalms 91 verse 1 and 2. അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ഒരൊറ്റ വാക്യം മതി നിങ്ങൾക്ക് 2021 നിങ്ങളൊന്ന് അതൊന്നുകൂടെ നിർത്തി ഓരോ വാക്കും ഒന്ന് എടുത്ത്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും, അത്യുന്നതന്റെ മറവിൽ ഞാൻ വസിക്കണം. ദാറ്റ്സ് ദ സീക്രട്ട് ഹൈഡിംഗ് പ്ലേസ്. സീക്രട്ട് ഹൈഡിംഗ് പ്ലേസ് എന്ന് പറയാൻ ഇറ്റ്സ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നു, അവിടെ ഞാൻ വസിക്കണം. ആ മറവിൽ വസിക്കുമ്പോൾ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യും. So when I abide in Christ, ഞാൻ ക്രിസ്തുവിലേക്ക് വേറെ ഇറങ്ങുന്നോറും അതിൽ ഞാൻ ഉറയ്ക്കും തോറും ഞാൻ അവന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നു. കണ്ടോ? അപ്പൊ നിഴലാകുമ്പോ നമുക്കറിയാം, ഒരാൾ നിൽക്കുമ്പോ അതിന് നിഴലാണ്. അപ്പൊ അയാളുടെ നിഴലിൻ കീഴിലാണ് ഞാൻ പോയി നിൽക്കുന്നത്. കാരണം ഞാനല്ല മുന്നേ നിൽക്കുന്നത്, എന്റെ കർത്താവ് എന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പ്രസൻസിന്റെ നിഴലിലെ ഞാൻ നിൽക്കുന്നത്. ഞാനെന്ന വ്യക്തിക്ക് വലിയ പ്രാധാന്യമില്ല, നിഴലിന്റെ കീഴെ ഞാൻ പോയി നിൽക്കുക. ബിക്കോസ് ഐ ആം റിസൈഡിങ് ഇൻ ദ മോസ്റ്റ് സീക്രട്ട് ഹൈഡിംഗ് പ്ലേസ്. അങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ യഹോവയെക്കുറിച്ച്, യേശു എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അപ്പൊ ഞാൻ എവിടെ ആ സീക്രട്ട് ഹൈഡിംഗ് പ്ലേസിൽ വസിക്കുമ്പോൾ എന്നെ കവർ ചെയ്യുന്ന ഒരു ഫോർട്രസ് റെഫ്യൂജിയുമായിട്ട് എന്റെ കർത്താവ് മാറുക. ഈ കൊറോണ ഈ കാലഘട്ടത്തിൽ ഈ പാൻഡമിക് വരുന്നു, അടുത്തൊരു സ്ട്രെയിൻ വരുന്നു, ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ വേറൊരു മ്യൂട്ടേഷൻ സ്ട്രെയിൻ കാണാം. പക്ഷെ ഇതൊന്നും എന്നെ നിങ്ങളെയും ബാധിക്കേണ്ടതേ അല്ല എൻ്റെ ദൈവമക്കളെ. ബിക്കോസ് വി ആർ റിസൈഡിങ് ഇൻ ദ മോസ്റ്റ് സീക്രട്ട് ഹൈഡിംഗ് പ്ലേസ് വേർ ജീസസ് ഈസ് അവർ ഫോർട്രസ് ആൻഡ് ജീസസ് ഈസ് അവർ റെഫ്യൂജ്. അപ്പൊ ആ ഫോർട്രസ് നമ്മൾ കേൾക്കുമ്പോൾ കോട്ട അല്ലേ? കോട്ട എന്ന് പറയുമ്പോൾ എന്തോ സാധാരണ യൂഷ്വലി കോട്ടയെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, പഴയ കാലത്ത് നമുക്ക് അറിയാം, കോട്ട കെട്ടുന്ന ശത്രുക്കളിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ, ശത്രുക്കൾ വന്ന് കയറാതിരിക്കാൻ കോട്ട വാതിലാണ് അടയ്ക്കും. ഇപ്പൊ യെരുസലേം നഗരം നമുക്കറിയാം, വലിയ കോട്ടവാതിലുണ്ട്, അതങ്ങ് അടയ്ക്കും. അപ്പൊ ശത്രുക്കൾക്കകത്ത് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് മേളിൽ വലിയ ഗോപുരം പോലെ പണിതിട്ടുണ്ട്, അവിടുന്ന് ഇവർക്ക് ഇവരെ അറ്റാക്ക് ചെയ്യാൻ. ഒറ്റ വാതിലെ കാണുന്നത്, മെയിൻ എൻട്രൻസ്, അതാണ് അടച്ചു കഴിഞ്ഞാൽ ആർക്കും കയറാൻ പറ്റത്തില്ല. എന്നത് പറഞ്ഞതുപോലെ നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുമ്പോൾ, അവിടെ ആ പ്രസൻസ് നിങ്ങൾ വസിക്കുമ്പോൾ, സീക്രട്ട് ഹൈഡിംഗ് പ്ലേസ് നിങ്ങൾ ആയിരിക്കുമ്പോൾ, ഒരു ശത്രുവിനും ഒന്നിനും
ഒരു കൊറോണയല്ല, ഇനി അത് 10 പ്രാവശ്യം മ്യൂട്ടേറ്റ് ചെയ്താലും ആ ഏരിയയിലോട്ട് വരാൻ ഒക്കത്തില്ല. ബിക്കോസ് യു ആർ പ്രൊട്ടക്റ്റഡ് ഇൻ ദാറ്റ്. എന്നിട്ട് ഈ ബിക്കംസ് യുവർ റെഫ്യൂജ്. ചില സമയത്ത് നമ്മൾ പ്രശ്നത്തിന് പെട്ടെന്ന് നിൽക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റെഫ്യൂജിലേക്ക്, ആശ്രയത്തിലേക്ക് എനിക്ക് കയറാം. ഈ അകത്തോട്ട് കയറി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ദൈവത്തിന് അടുത്തേക്ക് വന്ന്, അപ്പാ I just cannot do it myself. I know you are my fortress and refuge. So get back and get strengthened. ഏത് വിഷമഘട്ടത്തിലും ഞാൻ ഈ സീക്രട്ട് ഹൈഡിങ് പ്ലേസിലേക്ക്, ഈ അത്യുന്നത മറവിലേക്ക്, ഈ നിഴലിന്റെ കീഴിലേക്ക് ഞാൻ ഓടിച്ചെല്ലണം. കാരണം എന്നാ, ഇന്ന് ദൈവം ഒരു പ്രൊവിഷൻ എനിക്ക് തന്നു. നിങ്ങളെ ക്രിസ്തുവിന് വെച്ചു. ക്രിസ്തുവിനുള്ളില് യേശുവാണ്. യേശുവിനകത്ത് പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഏത് സാഹചര്യത്തിന് നടുവിലും രണ്ടാമത്തെ സ്ട്രെയിൻ വരുന്നു, അതിഭീകരമായിരിക്കും. ഇത് ലോകം പറയുന്നതാ. നോ, യു ആർ ഇൻ ദ മോസ്റ്റ് സേഫസ്റ്റ് പൊസിഷൻ. ഉറക്കെ പറയണം, ഐ ആം ഇൻ ക്രൈസ്റ്റ്. അത്യുന്നത സീക്രട്ട് പ്ലേസിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ലോകത്തിന്റെ കാഴ്ചകളല്ല ഞാൻ കാണുന്നത്. അവിടെ ഐ ആം മോസ്റ്റ് സേഫ് ബിക്കോസ് ഹി ഈസ് ബിക്കം മൈ ഫോർട്രസ് ആൻഡ് ഹി ഈസ് ബിക്കം മൈ റെഫ്യൂജ്. ഞാൻ അവിടെ ഇരിക്കും. ഞാൻ അവിടെ ഉറച്ചു നിൽക്കുന്ന. ഇവിടെ കയറി ഇരിക്കാൻ, ചുമ്മാ ഇരിക്കാനല്ല പറയുന്നത്. അവിടാണ് നമ്മുടെ ദ കീ. യു ആർ എൻട്രിങ് ഇൻ ദ പ്രസൻസ്. ദൈവത്തിന്റെ പ്രസൻസിലേക്ക് വരുമ്പോൾ എന്റെ മക്കളെ, അവിടെ ഒരു കംപ്ലൈൻസും ഇല്ല, ഇതൊന്നുമില്ല. കാരണം എവറിഥിങ് ഫ്രോം യുവർ മൈൻഡ്, യുവർ ഇമോഷൻസ് ഗെറ്റ് ഡിസോൾവ് ഇൻ ഹിസ് പ്രസൻസ്. ദൈവത്തിന്റെ പ്രസൻസിലേക്ക് വരുമ്പോൾ എല്ലാ ഭൗതിക ചിന്തകളും, എല്ലാ ചിന്തകളും പോയി ദൈവത്തിന്റെ പ്രസൻസിൽ ആരാധിക്കാനും നന്ദി കരാറ്റാനും ഒരു കൾച്ചർ ഞാൻ നിങ്ങൾ 2021 ക്രിയേറ്റ് ചെയ്യണം. ദ മോർ യു ക്രിയേറ്റ്, ദ മോർ യു ബിക്കം എ വർഷിപ്പർ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ പ്രസൻസ് റൈസ് അപ്പ് ചെയ്യും. ഏത് സാഹചര്യത്തിന് നടുവിലും പ്രസൻസ് ഉള്ളിൽ നിന്ന് റൈസ് അപ്പ് ചെയ്ത് നിങ്ങളുടെ സുബോധ മനസ്സിലേക്ക് വന്ന് നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ വിചാരങ്ങളിൽ മേൽ സ്വാധീനം ചെലുത്തി അവിടെ ഏതെല്ലാം മേഖലകൾ ഇപ്പോഴും യേശു കർത്തൃത്വം എടുക്കാത്ത മേഖലകളെല്ലാം അത് ആ ഏരിയ എല്ലാം റിഡീം ചെയ്ത് റിസ്റ്റോർ ചെയ്ത് യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ എല്ലാ മേഖലകളും ദ പ്രസൻസ് ഓഫ് ഗോഡ് ബിഗിൻസ് ടു റൂൾ ആൻഡ് റെയിൻ. അങ്ങനെ വരുമ്പോൾ none of this corona or these things can affect you. അത് മാത്രമല്ല, ഈ ബോധ്യത്തിലേക്ക് ഞാൻ നിങ്ങൾ വളരും തോറും കൊറോണ വന്നാലും എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കാൻ മതിയായവനാണ്. അടുത്തൊരു തലത്തിലേക്ക് ഞാൻ നിങ്ങളെ ഉയർത്തുന്നു. കൊറോണ വന്നാലും എന്നെ വിടുവിച്ചില്ലേലും ഈ കർത്താവ് എൻ്റെ കർത്താവ് തന്നെയാണ്. ദാറ്റ്സ് an another level of ആ ഒരു പ്രസൻസ് ഓറിയന്റഡിലേക്ക് വരുമ്പോൾ, ആ ലെവൽ വരുന്നത് നിങ്ങളുടെ കംപ്ലീറ്റ് റിസ്റ്റോറേഷൻ വരുമ്പോഴാണ്, റിഡംഷൻ വരുമ്പോഴാണ്, യഥാസ്ഥാനപ്പെടുത്തുമ്പോഴാണ്. ഇതാണ് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന മക്കളുടെ അവരുടെ ജീവിത ശൈലി. നമുക്കറിയാം, ദാവീദിന്റെ 3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, മിശാഖ്, ശദ്രാഖ്, അബേദ്നെഗോ. നമുക്കറിയാം അവർ ദൈവത്തിനോട് അത്ര പ്രസൻസിൽ നടന്ന അതുപോലെ അവർ ദൈവമായിട്ട് വ്യക്തിപരമായ ബന്ധം ഉണ്ടാക്കിയ ഒരു കൂട്ടം ആൾക്കാരാണ്. പഴയ നിയമത്തിലാണെന്ന് വിചാരിച്ചോണം, പഴയ ഉടമ്പടിക്കകത്ത് നിൽക്കുന്നവരാണെന്ന് വിചാരിച്ചോണം. നെബൂഖദ്നേസർ വലിയൊരു ബിംബം ഉണ്ടാക്കി പറഞ്ഞു, എല്ലാവരും വന്നതിന് മുമ്പ് വണങ്ങാൻ പറഞ്ഞു. ഈ 3 മാലന്മാർ പറഞ്ഞു, നോ, ഞങ്ങൾ വണങ്ങത്തില്ല നെബൂഖദ്നേസറെ. കാരണം ഞങ്ങളുടെ കർത്താവ്, നീ ഞങ്ങളെ തീച്ചുളയിൽ ഇടുന്ന രാജകൽപ്പനയാണ്. അത് ബേണിംഗ് ഫർണസിനാ, തീച്ചുളയ്ക്കകത്തിടും. അപ്പൊ ആ 3 പേരുടെ കൺഫഷൻ നോക്കിക്കേ. അവരെന്താ രുചിച്ചറിഞ്ഞ അവർ സംസാരിച്ചു, നെബൂഖദ്നേസറെ, ഈ തീച്ചുളയിൽ നിന്ന് വിടുവിക്കാൻ ഞങ്ങളുടെ ദൈവം മതിയായവരാണ്. ഒരു വേള ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലേലും ഈ ദൈവം ഞങ്ങളുടെ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചു. നെബൂഖദ്നേസർ ദേഷ്യം, ഭയങ്കര അരിശം വന്നു. 7 ഇരട്ടി അതിന്റെ തീയുടെ ശക്തി കാഠിന്യം കൂട്ടാൻ പറഞ്ഞു. എന്നിട്ട് ഈ 3 പേരെയും പിടിച്ച് അതിനകത്തോട്ട് കൊണ്ടിട്ടു. ഇത് നോക്കിയിരിക്കുക, എപ്പ ബാർബക്യൂ ആകും നോക്കിയിരിക്കുക. നെബൂഖദ്നേസർ തന്നെ നോക്കുമ്പോ 3 പേരെ ഇട്ടത്, പക്ഷെ 4 പേരെ അതിനകത്ത് കണ്ടു. So look at the way that God delivered those people. 4 പേരെ കണ്ടു. So you stunned. 4ാമത് ഒരാൾ ആരാ? യേശു ഇറങ്ങി വന്നു. ഇന്ന് ആ യേശുവിന്റെ മറവിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. എനിക്ക് നിങ്ങൾക്കും അവര് പറഞ്ഞ ആ ഒരു കൺഫഷൻ പറയാൻ പറ്റുമോ? കൊറോണ വന്നോട്ടെ, അടുത്ത സ്ട്രെയിൻ വന്നോട്ടെ, എന്നാലും ഇതിനകത്തുനിന്ന് വിടുവിക്കാൻ മതിയായ ഒരു ദൈവത്തിലാണ് ഞാൻ ഇരിക്കുന്നെന്നുള്ള ഉറപ്പുള്ളവർ അത്യുന്നതിന്റെ മറവിലാണ് വസിക്കുന്നത്. യു ആർ ഹൈഡിങ് ഇൻ ദ മോസ്റ്റ് സീക്രട്ട് ഹൈഡിങ് പ്ലേസ് where he has become your fortress and you have become your refuge. അത് വരുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ when you come into the presence of the Lord.
ദൈവത്തിന്റെ മറവിലേക്ക് വന്ന് ദൈവത്തിന്റെ പ്രസൻസിലേക്ക്. ആ പ്രസൻസ് ഇന്ന് എൻ്റെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ പ്രസൻസ് ഞാൻ അക്നോളജ് ചെയ്യണം. അത് ഞാൻ വിളിച്ചു പറയണം. ടൈറ്റസിനകത്ത് പറയുന്നത് അക്നോളജ് എവറി ഗുഡ് തിങ് ദാറ്റ് ദ ലോർഡ് ഹസ് ഡൺ ഇൻ യുവർ ലൈഫ്. അത് ഞാൻ അക്നോളജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനത് പറയുക, ഞാനത് പ്രകടിപ്പിക്കുന്നു. കർത്താവ് എന്നെ വിടുവിച്ചതിനായിട്ട് നന്ദി. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലേ മാറും. ഏത് വിഷയം നടുവിൽ വരുമ്പോഴും you come back into worship. Immediately you will get back into the secret hiding place. അപ്പൊ അതിന്റെ കീ എന്തോ? സീക്രട്ട് ഹൈഡിങ് പ്ലേസിലേക്ക് വരിക. സ്റ്റാർട്ട് ഗിവിംഗ് താങ്ക്സ്, റിജോയ്സ്, പ്രേ വിത്തൗട്ട് സീസിങ്, ആൻഡ് ഇൻ എവറിഥിങ് ഗിവ്. എല്ലാത്തിനും എന്ത് വിഷയമായിക്കോട്ടെ നന്ദി കരയേറ്റുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? നിങ്ങൾ അത്യുന്നതിന്റെ മറവിലേക്ക് നിങ്ങൾ കയറുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ സകലവിധ പുറമേയുള്ള പ്രശ്നത്തിനകത്തു നിങ്ങൾ അകത്തോട്ട് കയറി. യു ആർ ബീങ് സ്ട്രെങ്തൻഡ് ബൈ ദ ലോർഡ്. ദൈവത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളെ യേശുവിൽ കൂടുതൽ ബലപ്പെടുത്തി ദൈവത്തിന്റെ സന്തോഷം നിങ്ങളുടെ അമിത ബലമായി തീരുകയാണ്. ദ ജോയ് ഓഫ് ദ ലോർഡ് ബിക്കംസ് യുവർ സ്ട്രെങ്ത്. ആ സ്ട്രെങ്ത് നിങ്ങൾ സ്ട്രെങ്തൻഡ് ആയി കഴിയുമ്പോൾ then you will come out through the refuge. നിങ്ങൾ ഫോർട്രസിനകത്തൂടെ റെഫ്യൂജിലേക്ക് നിങ്ങൾ കയറി കോട്ടവാതിൽ നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ then the enemy will not see you, the enemy will always see Jesus in and through you. പ്രസൻസ് നിങ്ങൾ പുറത്തു വരുമ്പോൾ സാഹചര്യം നിങ്ങളെ അല്ല കാണുന്നത്, നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ പ്രസൻസിനെ ആയിരിക്കും കാണുന്നത്. കാരണം അത്ര കണ്ട് നിങ്ങളുടെ പ്രസൻസ് നിറയുമ്പോൾ നിങ്ങളുടെ സന്തോഷം കഴിയുമ്പോൾ നിങ്ങളുടെ ഫേസ് സ്റ്റൈൽ കൂടെ മാറിക്കഴിയുമ്പോഴത്തേക്ക് ഈ ബാറ്റിലിന്റെ ഇക്വേഷൻ തന്നെ മാറുന്നത്. കാരണം എന്നാ? യുദ്ധം നമുക്കുള്ളതല്ല, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. That's the lifestyle. ആ ലൈഫ് സ്റ്റൈൽ ദൈവമക്കളെ നമുക്ക് ഈ ക്രിസ്മസ് നമുക്ക് സകല മനുഷ്യർക്കും ഉണ്ടാകുന്ന മഹാസന്തോഷം, ആ ജോയ് പുറമേന്ന് കിട്ടുന്നതല്ല. ജോയ് ഈസ് ഇന്റേണൽ ആൻഡ് ഇറ്റേണൽ പ്രസൻസ്. അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതൊന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ കാര്യത്തിലും ഒന്ന് നന്ദി കരയറ്റിക്ക്. കർത്താവെ നന്ദി പറയുന്നു. എന്നെ രക്ഷിച്ചതിനായിട്ട് നന്ദി, എന്നെ സ്നേഹിച്ചതിനായിട്ട് നന്ദി. ഞാൻ ഇതൊന്നും അർഹിക്കുന്നില്ല, പക്ഷെ ദാനമായി വന്ന് എന്നെ സ്നേഹിച്ച് എന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപന്റെ പുത്രന്റെ രാജ്യത്തിനെ വീണ്ടും ജനിപ്പിച്ച് ഒരു പുതിയ ജീവൻ തന്ന്, ഒരു പുതിയ കണ്ണ് തന്ന്, ഒരു പുതിയ മൈൻഡ് സെറ്റ് തന്ന്, ഒരു പുതിയ ലാംഗ്വേജ് തന്ന്, ഒരു പുതിയ റെസ്പോൺസ്. യേശു എങ്ങനെ സാഹചര്യത്തെ കണ്ടോ, ചിന്തിച്ചോ, സംസാരിച്ചോ, പ്രതികരിച്ചോ, അതിലേക്ക് എന്നെ അതിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് എന്റെ സീക്രട്ട് ഹൈഡിങ് പ്ലേസിലേക്ക് എന്നെ ഇരുത്തി, എന്നെ ഫോർട്രസ് കൊണ്ട് എന്നെ കവർ ചെയ്ത് എന്നെ റെഫ്യൂജിനകത്ത് ഇരുത്തി, എന്നെ ബലപ്പെടുത്തി. ഒരു സമയമാകുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഫോർട്രസിനകത്തൂടെ റിലീസ് ചെയ്യുമ്പോൾ യു വിൽ ഫൈൻഡ് ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. ഏത് സാഹചര്യത്തിന് നടുവിലും സന്തോഷിക്കാനും നന്ദി കരയറ്റുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എന്നെ നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയിട്ടു. ദ കീ ഈസ് ബിക്കം എ വർഷിപ്പർ. ദൈവമക്കളെ, പിന്നെ ഞാൻ പറയുന്നു, 2021 is an opportunity for every one of us to increase your worship. നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ നന്ദി കരയേറ്റം ദൈവമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ടൈംസ് നിങ്ങൾ കൂട്ടണം. That will bring a remarkable change in your life. നിങ്ങളെ അടിമുടി മാറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് ദൈവം കൊണ്ടുവരും. അതുകൊണ്ടാണ് ആ വാക്യം പറഞ്ഞത്, എൻ്റെ വചനത്തിൽ നിങ്ങൾ ഉറയ്ക്കുന്നെങ്കിൽ, എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ, എൻ്റെ വചനം നിങ്ങൾ പ്രമാണിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളിലും പിതാവ് എന്നിലും വന്നിരിക്കുന്നു. എൻ്റെ ദൈവമക്കളെ, ഇന്ന് എന്നെ നിങ്ങളെയും ഒരു രക്ത ഉടമ്പടിക്കാത്ത ദൈവം കൊണ്ടുവന്നേക്കുന്നത്. എൻ്റെ ഒന്നും നോക്കിയിട്ടില്ല, പുത്രൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് നിങ്ങൾ ഏറ്റവും സേഫ് ഫാസ്റ്റ് ആയിട്ടുള്ള ക്രിസ്തുവിനകത്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് ഏത് സാഹചര്യത്തിനും നടുവിൽ സ്തുതിക്കാനും നന്ദി കരയറ്റാനും എനിക്കും നിങ്ങൾക്കും ഓപ്പർച്യൂണിറ്റി ദൈവം തന്നിരിക്കുക. Let us be true worshippers who worship him in spirit and truth. ഭൗതികമായിട്ടെല്ലാം വേണ്ടെന്നല്ല, ഏത് പ്രശ്നത്തിനെയും അത് ദൈവം സോൾവ് ചെയ്ത് തരും. അതല്ല നമ്മുടെ പ്രയോറിറ്റി, ബട്ട് ഗിവ് പ്രയോറിറ്റി ടു ജീസസ്. ഏത് സാഹചര്യത്തിനും നടുവിലും, നിങ്ങളുടെ കാഴ്ചയിലായിക്കോട്ടെ, നിങ്ങളുടെ ചിന്തയിലായിക്കോട്ടെ, നിങ്ങളുടെ സംസാരത്തിലായിക്കോട്ടെ, ലോകത്തിൽ ഇടപെടുന്നതായിക്കോട്ടെ, എല്ലാറ്റിലും യേശുവിന് പ്രയോറിറ്റി, ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടെ. He should be the first, number one preeminence in your life, in your sight, in your seeing or in your perception, in your thinking. നിങ്ങളുടെ ചിന്തയില്, നിങ്ങളുടെ ലാംഗ്വേജില്, നിങ്ങളുടെ പ്രവൃത്തിയില്, ഇതെല്ലാം വരട്ടെ. ഒരു വലിയൊരു രൂപാന്തരത്തിലേക്ക് വരാൻ let us use this time. നമുക്ക് ദൈവം അനുവദിച്ചു തന്ന ഈ സമയം, നമുക്കറിയാം, നമുക്ക് എല്ലാം ഇഷ്ടം പോലെ സമയമുണ്ട്. പലർക്കും വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നത്, പ്രത്യേകിച്ച് IT ഗ്രാജുവേറ്റ്സ് എല്ലാം വീട്ടിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു.
ഇങ്ങനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇനി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. But let us utilize this to come back to the basic. Let us be a true worshipper. നമ്മുടെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം നോക്കുന്നത്. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. Let us be Mary. കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് being with the Lord, ദൈവമായിട്ട് കൂടിയിരിക്കുന്നത്. ആ ദൈവമായിട്ട് കൂടെ വന്ന് ആ ബീങ് ആയി കഴിയുമ്പോൾ then he will send you for the doing work. ദൈവം അതിനുവേണ്ടി നിങ്ങളെ അയക്കുമ്പോൾ സന്തോഷത്തോടെ അധിക ബലത്തിലുമായിരിക്കും നിങ്ങൾ പോകുന്നത്. കാരണം നിങ്ങളുടെ ശക്തിയിലല്ല നിങ്ങൾ പോകുന്നത്, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പോകുമ്പോൾ ദൈവം നിങ്ങളെ എടുത്ത് അനേകരെ വിടിപ്പിക്കാനും ഇതുപോലെ അകത്തൂടെ പോകുന്ന പലരെ വിടിപ്പിക്കാനും നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറ്റുക മാത്രമല്ല, you become the true ambassadors of the kingdom of God. നിങ്ങളാണ് ഇന്ന് ലോകത്തിന്റെ വിഷ്വൽ എയ്ഡ് ഓഫ് ജീസസ്. യേശുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന റെപ്രസെന്റേറ്റീവായിട്ട്, ട്രൂ റെപ്രസെന്റേറ്റീവായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് സൂം ഫാമിലി കയറിയിട്ടുള്ള ഇത്രയും കുടുംബക്കാര്, നിയർലി now it's about 85 families ഇപ്പൊ ഞങ്ങളെ കാണുന്നുണ്ട്. ആ അത്രയും പേര് ഞാൻ ഒന്നുകൂടെ ആഹ്വാനം ചെയ്തു, കം ബാക്ക്, വർഷിപ്പിലേക്ക് വാ, ഇൻക്രീസ് ചെയ്യേ, ആ പ്രസൻസ് നിങ്ങളൊന്ന് രുചിച്ചറിയും. Taste and see that the Lord is good. ഓരോ സാഹചര്യത്തിന്റെ നടുവിലും ദൈവത്തെ ഒന്ന് രുചിച്ച് നിങ്ങളൊന്ന് അറിയും. ആ പ്രസൻസ് നിങ്ങൾ ആയിരിക്കുമ്പോൾ, നിങ്ങൾ ശരിക്കും രുചിച്ചറിയുമ്പോൾ ഈ ദൈവം ആര് എനിക്ക് ആസ് എ പേഴ്സൺ, വ്യക്തിപരമായി ഈ ദൈവം ആര് എനിക്കെന്നുള്ള അറിവിലേക്ക് നിങ്ങൾ വളരും തോറും ആ അറിവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തി നിങ്ങളുടെ എല്ലാ മേഖലകളും രൂപാന്തരപ്പെടുത്തുമ്പോൾ ഏത് സാഹചര്യത്തിന്റെ നടുവിൽ നിങ്ങൾ പറയും ഐ നോ മൈ ഗോഡ് ഈസ് സഫിഷ്യന്റ്. അപ്പോൾ സാഹചര്യമല്ല, സാഹചര്യത്തെ ദൈവം ഉപയോഗിക്കും. എന്തിന്? ദൈവത്തിന്റെ നേച്ചർ കാണിക്കാൻ വേണ്ടി ദൈവം സാഹചര്യത്തെ ഉപയോഗിക്കും. അപ്പൊ ഏത് സാഹചര്യത്തെ നിങ്ങൾ കാണുമ്പോഴും നമുക്ക് സന്തോഷിക്കുക. കാരണം എന്നാ, ഇതിൽ കൂടെ ദൈവം എന്നെ പക്വതയുള്ളതും പരിപൂർണ ഒന്നിനും കുറവില്ലാത്ത ഒരു വ്യക്തിയായിട്ട് യേശുവിന്റെ തികവോളം കൊണ്ടുപോവുക. കാരണം ആസ് ഹി ഈസ്, ജീസസ് എങ്ങനെയായിരുന്നു അതുപോലെ ഈ ലോകത്തിലാകാൻ വേണ്ടി എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആ വിളിയിൽ പ്രതികരിക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ പ്രിഫറൻസ് ഈസ് ടു ദ വർഷിപ്പ്. ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനവിൻ്റെ അകത്തുനിന്ന് എഴുന്നേക്കട്ടെ, ആ പ്രസൻസിലേക്ക് വരട്ടെ. പ്രസൻസ് നിറഞ്ഞ്, പ്രസൻസ് നമ്മുടെ മേൽ ആവഹിച്ച്, പ്രസൻസ് നമ്മുടെ മേൽ വന്ന് അത് നമ്മൾ പോകുന്ന സാഹചര്യത്തിന്മേൽ ഇറങ്ങി രൂപാന്തരം കൊണ്ടുവരട്ടെ. കാരണം യേശു പോയിടത്തെല്ലാം he went about doing good and healing all who were oppressed by the devil, for God was with him. ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു, മോശയുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവം, അപ്പോസ്തലന്മാരുടെ ഉണ്ടായിരുന്ന ദൈവം ഇന്ന് എൻ്റെ നിങ്ങളുടെയും കൂടെ ഉണ്ടായിരുന്ന ദൈവം. ഈ തിരിച്ചറിവിലേക്ക് ഗോഡ് ഈസ് വിത്ത് us, he is going before us. എൻ്റെ ദൈവമക്കളെ, ഈ തിരിച്ചറിവിലേക്ക് വരും. സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, ഇനി ചിലപ്പോൾ നാളെ ന്യൂസ് കിട്ടാൻ പോകുന്നതായിരിക്കാം, അനദർ വൈറസ് വന്നു, അടുത്ത വൈറസ് മ്യൂട്ടേഷൻ. നോ ഡസന്റ് വറി. ഇതെല്ലാം നമ്മളെ ഇമോഷൻസും ഫിയറും ക്രിയേറ്റ് ചെയ്യാനാണ് ലോകത്തിന്റെ തന്ത്രങ്ങൾ. ഡോണ്ട് ഫോൾ ഇൻ ടു പ്രേ ഫോർ ദ സ്കീംസ് ഓഫ് ദ ഡെവിൾ. അതൊന്നും വീഴണ്ട. ഇതൊക്കെ വന്നോട്ടെ, ഇതൊന്നും ഇല്ല എന്നല്ല പറയുന്നത്. നെഗറ്റീവ് നമ്മൾ നിരാകരിക്കുക. ഇറ്റ്സ് ഓൾ ഫാക്ട്. ബട്ട് ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഐ ആം ഇൻ ദ മോസ്റ്റ് സേഫസ്റ്റ് പൊസിഷൻ. ഐ ആം ഇൻ ദ സീക്രട്ട് ഹൈഡിങ് പ്ലേസ്. അത്യുന്നതന്റെ മറവിലാണ് ഞാൻ വസിക്കുന്നത്. അവൻ എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരമാണ്. ഈ ബാധയൊന്നും എൻ്റെ കൂടാരത്തിന് അടുത്ത് പോലും വരത്തില്ലെന്നൊരു തിരിച്ചറിവിലേക്ക് വന്ന് let us embrace 2021 with the presence and come out victorious. Hallelujah.